കേരള സർവകലാശാലയിലെ സംഘപരിവാർ വൽക്കരണത്തിന് ശ്രമിക്കുന്ന വിസിക്കെതിരായിട്ടുള്ള SFIയുടെ സമര വേലിയേറ്റത്തിനിടയിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ട് വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യാനെത്തിയ കാഴ്ച. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയത്. അത് അവർക്ക് കൊടുത്തൊരാവേശമുണ്ട്. എന്താണ് ഇടതുപക്ഷമെന്ന് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ സമരമുഖങ്ങളിൽ ഇറങ്ങുമ്പോൾ സംഘടനയ്ക്ക് അവരോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് ആ ഒരു മിന്നൽ സന്ദർശനം തെളിയിക്കുന്നുണ്ട്. അവിടെ ഗോവിന്ദൻ മാഷ് എത്തിയ സന്ദർഭത്തിൽ അണപൊട്ടിയ മുദ്രാവാക്യം, ആ ആവേശമാണ് സമരത്തെ കൂടുതൽ തീക്ഷ്ണമാക്കിയത്. അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞത് പാർട്ടി നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പരിപാടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ അതിലേക്ക് പോകാം. ഈ സമരത്തിന് പിന്തുണയായി വരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി എത്തിയിരിക്കുന്നു പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ. ഇത് ചില PR വർക്കിന് വേണ്ടി നടത്തുന്ന ക്യാമറ ഷൂട്ടുകളല്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം സമരങ്ങൾക്കിടയിലേക്കൊക്കെ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പല പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇതുപോലൊരു സമരമൊക്കെ നടത്തി അതിൻ്റെ ഇടയിലോട്ട് വന്ന് എനിക്കിതുപോലെ 2 ഡയലോഗ് ആച്ചാൻ അവസരം കിട്ടിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നടക്കില്ല. ഇത് ഈ നാടിൻ്റെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി, ഈ നാടിൻ്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾ പ്രതിരോധമാകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇവിടെ KSU ഇല്ല, MSF ഇല്ല, ABVP ഇല്ല, ഫ്രറ്റേണിറ്റി ഇല്ല. അവർക്ക് സർവകലാശാലകൾ കാവ്യവൽക്കരിച്ചാലെന്ത്? നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. സംഘപരിവാർ ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷ്ണം എടുത്ത് കടിച്ചു പിടിച്ചിട്ട് അതുമായിട്ട് വാ തുറക്കാതിരിക്കുമ്പോഴാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടും ഗവർണർക്കുൾപ്പെടെ ശക്തമായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട് SFI സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത്. അതിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങൾ പിന്നാലെ കൂടിയതുകൊണ്ട് മാത്രം 2 വരി മറുപടി ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അല്ലാതെ അതിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു അരമണിക്കൂർ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഡയലോഗ് അടിക്കാനും നിന്നില്ല. ക്യാമറകൾ പൊതിഞ്ഞ സന്ദർഭത്തിൽ 2 വാചകം പറഞ്ഞ് മറികടന്നു പോയി. അവിടെയാണ് കോൺഗ്രസിലെ മീഡിയ PR വർക്കിനപ്പുറത്തേക്ക് എന്താണ് ഇടതുപക്ഷ നേതാക്കന്മാരെന്ന് ഒരിക്കൽ കൂടി വെളിവാകുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് അവർ പോയത്. അവർ ചേംബറിൽ കയറുമെന്ന് പറഞ്ഞു പോയതാണ്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുറത്തുണ്ട്. അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല സമരം, ഇനിയും തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. SFI എന്ന സുമ്മാവ എന്ന ചോദ്യം ചോദിക്കേണ്ട സന്ദർഭമാണ്. മോഹൻ കുന്നുമ്മൽ എന്നൊരു സംഖ്യയെ കൊണ്ടുവന്ന് ചട്ടവിരുദ്ധമായി അവിടെ ഇരുത്തിയിട്ട് കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ VC ഉപയോഗപ്പെടുത്തി അങ്ങ് കാവ്യവൽക്കരിച്ചതാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. പിള്ളേർ പറഞ്ഞ വാചകങ്ങളുണ്ട്. പ്രത്യേകിച്ച് SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശിവപ്രസാദും. ആ ഡയലോഗിന് കൊടുക്കണം കയ്യടി, ഒരു സംശയമില്ല. ഒരു സംശയം വേണ്ടതില്ല. VC എന്നത് ഈ രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് VC പ്രവർത്തിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 VCമാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ, നിങ്ങളിങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ? സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിലെ VCമാർ മാറുക. എവിടേക്കാ പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്ന നല്ല ധാരണ ഇവർക്കൊക്കെ വേണം. 6 ഏക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കകത്തുകൊണ്ടുള്ള പണത്തിനെടുത്തിട്ടല്ല ഇവമാർക്കാർക്കും ഒറ്റൊരെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതി പണത്തിന് കൊടുക്കുന്ന ശമ്പളമാണ്. RSSന് മുന്നിൽ മുട്ടുനിരയാണ്. ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത്, ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറെ നാൾ നടന്നതാ ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ.
അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേര കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗോവയിലെ BJP-ക്കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം. അദ്ദേഹം കരയേണ്ടത് BJP-യുടെ ഓഫീസിൽ പോയിട്ടാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പഴയ ഗവർണറെന്നോ പുതിയ ഗവർണറെന്നോ എന്ന ചോദ്യത്തിനുള്ള പ്രസക്തി ഇല്ല. നയമാണ് പ്രശ്നം. രാജേന്ദ്ര അർലേക്കർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ SFI കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത്, സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്, ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ നടപടിയിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കാര്യങ്ങൾ കളിക്കാൻ ഗവർണർ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സിൻഡിക്കേറ്റ് അടക്കം പിരിച്ചുവിടുവാനുള്ള ഒരു നടപടികളിലേക്ക് ഗവർണർ പോകുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എല്ലാ നടപടിയും ജനാധിപത്യ വിരുദ്ധമാണല്ലോ. ഒരു നടപടിയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അനാവശ്യമായി ഇത്തരം ഇടപെടൽ നടത്തുന്നത്? ചാൻസലർ എന്നത് സ്വാഭാവികമായി കേരളത്തിന്റെ നിയമസഭയത്തിന് കൊടുത്ത അധിക അവകാശമാണ്. ഇനി ഗവർണർ പദവി തന്നെയോ? എന്താ ഗവർണർ പദവിയെ പറ്റി ഭരണഘടനയെ പറയുന്നത്? ഇറ്റ്സ് എ സെറിമോണിയൽ പോസ്റ്റ്, ഇറ്റ്സ് നോട്ട് ആൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ്. ഒരു സെറിമോണിയൽ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സെറിമോണിയൽ പദവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആലങ്കാരികമായ പദവി എന്നാണ്. അങ്ങനെ ആലങ്കാരികമായി തനിക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാൻ. അങ്ങനെ എക്സിക്യൂട്ടീവ് അല്ല ഗവർണർ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്ന ഒന്നാണ്. സർവകലാശാല ആരുടെയാണ് മാഡം? സർവകലാശാല ആരുടെയാണ്? ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ. ഈ കേരള സർവകലാശാല VC-ക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരു വേള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കെട്ടിക്കിടക്കാനും ഞങ്ങളല്ലാതെ മറ്റാരാ ചോദിക്കുക? ഞങ്ങൾ VC-യുടെ ഓഫീസ് വിരോധിക്കാണ് തീരുമാനിച്ചത്. ആ സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി VC ഇവിടെ കയറ്റാതിരിക്കാൻ വേണ്ടി സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതൊക്കെയാണ് കോൺഗ്രസ് സമരങ്ങൾ. ക്യാമറകളുണ്ടോ? ഞങ്ങളുണ്ട് എന്നതിനപ്പുറം സർവകലാശാലകൾക്കകത്ത് സംഘപരിവാർവൽക്കരണത്തെ തടയാനായിട്ട് ആരാണ് പ്രതിരോധം തീർക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോഴും മാറിയിരുന്ന് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെപ്പോലെ അവർ രണ്ടുപേരും അടികൂടുന്നതിനെ മാറി നിന്ന് ജനങ്ങൾക്കിടയിൽ കുറ്റം പറഞ്ഞതിന് ശേഷം സംഘപരിവാറുകാർ അവിടെ കയറിയാലെന്ത്, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കുകയും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ലാത്ത കാഴ്ച അതുകൂടി നാട് കണ്ടിരിക്കണം. ചരിത്രങ്ങളെ അപനിർമ്മിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിലൂടെ തെറ്റായ സംഘീവൽക്കരണം നടത്താനുള്ള ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് ഒരേ ഒരു സംഘടനയേ ഉള്ളൂ, ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, ഒരേ ഒരു ആശയമേ ഉള്ളൂ. അത് ഇടതുപക്ഷമാണെന്ന് ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള സർവകലാശാലകളിലെ VC-മാർക്കെതിരെയുള്ള SFIയുടെ പ്രതിരോധം തെളിയിക്കുന്നുണ്ട്. അതിന് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി രംഗത്ത് വന്നുടനെ പാർട്ടി കൂടി ആ സമരത്തിന് പരിപൂർണ പിന്തുണ കൊടുക്കുന്നു എന്ന് വെളിവായിരിക്കുകയാണ്. പിള്ളേർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയും ശക്തമായിട്ടും സംഘി വൈസ് ചാൻസലർമാർക്കെതിരെ ശക്തമായിട്ടുള്ള സമരമായി മാറാനുള്ള അവസരമായി മാറിയിട്ടുണ്ട് ആ പിന്തുണയെന്ന് പറയേണ്ടി വരികയാണ്.